യേശുക്രിസ്തുവിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും, യേശുക്രിസ്തു എന്നുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് നമുക്ക് ഏറ്റുപറയാൻ പറ്റാത്ത ഒരു നാണക്കേട് പബ്ലിക്കായിട്ട് ഒരു പിതാവിനും പുത്രനും എത്തിക്കാൻ പറ്റും. ആർക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാഫിക്കിലാണെന്ന് നോക്കിയാൽ പബ്ലിക്കായിട്ട് പിതാവിനും പുത്രനും ആർക്കെങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ധൈര്യം വേണമെന്നേ. ഈസ് നോട്ട് ഈസി, ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനത്തെ ആൾക്കാരില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ മതി. അപ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടാണ്. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് പലർക്കും നാണക്കേടാണ്. യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന നാണക്കേട് ഒരു ചിന്ത എന്നുള്ള രീതിയിലാണ്. ഈ ദൈവമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അതിന് തിരിച്ചു പറയാനുള്ള മറുപടി പറയാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ആൾക്കാർക്ക് കുറവുണ്ട്. പക്ഷെ ബൈബിൾ വായിക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു മുസ്ലിം രാജ്യത്ത് ചെന്ന് യേശുക്രിസ്തു പ്രവാചകനാണെന്ന് മാത്രം യേശുക്രിസ്തുവിനെ തരം താഴ്ത്തി കൊണ്ടിരിക്കുന്ന, അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ചെന്നിട്ട് യേശുക്രിസ്തു സത്യം ദൈവമാണെന്ന് ധൈര്യത്തോടെ 1500 വിശ്വാസ പ്രമാണത്തിന്റെ ഇതനുസരിച്ച് എക്യുമെനിക്കൽ പിതാക്കന്മാരോട് ചേർന്ന് അത് പറയുകയാണെങ്കിൽ, ക്രൈസ്തവ സഭയുടെ 2000 വർഷം മുമ്പ് മുതൽ ഇന്നുവരെ 2025-ലും കത്തോലിക്ക സഭയുടെ മാറ്റമില്ലാത്ത സത്യമായ നിലപാട് തന്നെയാണ്